ജാസ് ഫാം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത്, ഇപ്പോൾ നമ്മൾ നാടൻ കോഴീനെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഒരു 100 നാടൻ കോഴീനൊക്കെ വളർത്തണമെങ്കിൽ അപ്പോൾ അതിൽ നിന്നൊരു മാസം എന്തോരം വരുമാനം കിട്ടും. അപ്പോൾ നമ്മൾ ഈ നാടൻ കോഴീനെ വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഫാമിലിക്ക് കഴിയാനുള്ള വരുമാനം നമുക്ക് ഈ നാടൻ കോഴി വളർത്തലിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് എന്തോരം കോഴീനെ നമുക്ക് വളർത്തണം, അപ്പോൾ അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ളൊരു മറുപടിയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് അപ്പോൾ ഒരു 100 കോഴീനെ നമ്മൾ വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എത്ര വരുമാനം കിട്ടും ഒരു സംശയം കുറേ പേർക്കുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ ഞാൻ പറയണത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 100 കോഴീനെ നമ്മൾ നാടൻ കോഴീനെ വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 20 കോഴിമുട്ട അത്രയും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുള്ള ഒരു ദിവസം നാടൻ കോഴീനാണെങ്കിൽ. അപ്പോൾ 200 കോഴിമുട്ട നമുക്ക് ഒരു ദിവസം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു കോഴിമുട്ടയ്ക്ക് 10 രൂപ റേറ്റൊക്കെയാണ് ഇപ്പം ഞങ്ങളുടെ ഏരിയയിൽ വരുന്നത്. അപ്പോൾ നമുക്കൊരു ദിവസം ഒരു 200 രൂപ വരുമാനമായി. അപ്പോൾ ഒരു മാസം നമുക്ക് കണക്ക് കൂട്ടണമെങ്കിൽ ഒരു 6000 രൂപയായി. അപ്പോൾ അതാണ് നമുക്ക് നാടൻ കോഴീനെ ഒരു 100 നാടൻ കോഴീനെ വളർത്തിയിട്ട് നമ്മൾ മുട്ട വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 6000 രൂപയിൽ നമുക്ക് തീറ്റ ചിലവ് തന്നെ അതിൽ നമുക്ക് ഒരുപാട് വരും. നമുക്ക് ഈ പുറത്തുനിന്നൊക്കെ നമ്മൾ തീറ്റ കളക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നമുക്കത് ഈ 6000 രൂപ നമുക്കൊരു ലാഭം തന്നെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ വേറൊരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴിമുട്ട നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു ഇൻക്യുബേറ്റർ വാങ്ങിച്ചിട്ട് മാസം നമ്മളൊരു 100-200 കോഴിമുട്ട നമ്മൾ വിരിയിപ്പിച്ച് കൊടുക്കണമെങ്കിൽ ഒരു 200 കോഴിമുട്ട നമ്മൾ മാസം വിരിയിപ്പിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ നമുക്ക് 35 രൂപ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 200 കോഴിമുട്ട നമ്മളൊരു മാസം വിരിയിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3500 ഒരു 7000 രൂപ നമുക്ക് 200 കോഴിക്കുട്ടികൾ നമ്മൾ വിരിയിപ്പിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. 35 രൂപ റേറ്റിൽ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിനെ ഒരു 20 ദിവസം 25 ദിവസം വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു കോഴിക്കുഞ്ഞിനെ നമുക്ക് വന്നിട്ട് ഒരു 100 രൂപ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഒരു 200 കോഴിക്കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു 20,000 രൂപ നമുക്ക് മാസം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു വരുമാനമായി നമുക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ല നമ്മൾ ഒന്നുകൂടി വലുതായിട്ട് വലിയ കോഴികളായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോഴിക്ക് നമുക്ക് 500 രൂപ വെച്ചിട്ട് കിട്ടും. പക്ഷെ അത് നമുക്ക് സമയമെടുക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി നമുക്ക് ലാഭമായി. നമുക്ക് എല്ലാ കോഴിക്കും നമുക്കൊരു മാസത്തെ മുട്ട നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ മുട്ട ഫുള്ളായിട്ട് നമ്മൾ വിരിയിപ്പിച്ചെടുക്കിയിട്ട് വലിയ കോഴികളാകുക. വലിയ കോഴികളായിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ അത് നമുക്ക് നല്ലൊരു വരുമാനമാണ്. അപ്പോൾ അതിന് സ്ഥലവും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് നമുക്കൊരു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസായിട്ട് കൊടുത്താൽ മതിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.